ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ശോഭിക വെഡിങ്സ് നിലമ്പൂർ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരായി സേവനം ചെയ്ത കരുളായിലെ സന്നദ്ധ പ്രവർത്തകരെ മൈലമ്പാറ ഗ്രാമമലയാളം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വയനാട്ടിലെ ദുരന്തമുഖത്ത് ആതുര സേവന രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത സേവനം ചെയ്യുകയും തമിഴ്നാട് സർക്കാരിന്റെ കൽപ്പന ചൗള പുരസ്കാരത്തിന് അർഹയാവുകയും ചെയ്ത സബീന ഗൂഡലൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ്, യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ, യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ്, AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ്, സേവാഭാരതി, SDPI, SKSSF, വിഖായ, SYS സാന്ത്വനം, എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എന്നീ സംഘടനകളിലെ 65ഓളം യുവജനങ്ങളെയാണ് ആദരിച്ചത്. വായനശാല പ്രസിഡന്റ് K. മനോജ് അധ്യക്ഷനായി. തമിഴ്നാട് സർക്കാരിന്റെ കൽപ്പന ചൗള പുരസ്കാരത്തിന് അർഹയായ സബീന ഗൂഡല്ലൂരിനുള്ള വായനശാലയുടെ ആദരവും സംഘടനകൾക്കുള്ള പ്രശസ്തിപത്ര കൈമാറ്റവും നടന്നു. പരിസ്ഥിതി ജീവകാരുണ്യ പ്രവർത്തകൻ PK ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരപത്രം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ഫാത്തിമ സലിം ചടങ്ങിൽ വെച്ച് ഭാരവാഹികൾക്ക് കൈമാറി. വാർഡ് മെമ്പർ ലീലാമ വർഗീസ്, വായനശാല സെക്രട്ടറി ഷുഹൈബ് മൈലമ്പാറ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൻസൂർ കുലുക്കമ്പാറ, ഷഫീഖ് കരുളായി, അഖിലേഷ് P. കുമാരസ്വാമി, ES പനോളി, ഉമറലി മഠത്തിൽ, K. ഹനീഫ, ലൈബ്രറിയൻ നമിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.